നമസ്കാരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പണമില്ലാത്ത പൊതുമേഖലാ സ്ഥാപനമായ കോട്ടയത്തെ ട്രാവൻകൂർ സിമന്റ്സ് ഭൂമി വിൽക്കുന്നു. എറണാകുളത്ത് കാക്കനാടിനടുത്തുള്ള ഭൂമി വിൽക്കാനാണ് തീരുമാനം. അടുത്തിടെ നടന്ന കമ്പനി മാനേജ്മെന്റ് മീറ്റിംഗിൽ എടുത്ത തീരുമാനത്തെ തുടർന്ന് കാക്കനാട് വാഴക്കാലയിലുള്ള 2.79 ഏക്കർ ഭൂമി വിൽക്കാൻ തീരുമാനമായിരുന്നു. ഇതുപ്രകാരം ആഗോള ടെൻഡർ നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പരസ്യം നൽകിയിരിക്കുന്നത്. ഗൾഫ് പത്രമായ ഗൾഫ് ന്യൂസിലാണ് സ്ഥലം വിൽക്കുന്നതായി കാണിച്ചുള്ള പരസ്യം നൽകിയിരിക്കുന്നത്. ഈ മാസം 29 വരെയാണ് ടെൻഡർ നൽകാനുള്ള സമയം. വിദേശ മലയാളികളെ ലക്ഷ്യമിട്ടാണ് വിദേശ പരസ്യം നൽകിയിരിക്കുന്നത്. വിവിധ ബാധ്യതകൾ തീർക്കാൻ സഹായിക്കുന്ന വിൽപ്പനയിലൂടെ പരമാവധി ഫണ്ട് സൃഷ്ടിക്കാനാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. അസംസ്കൃത വസ്തു വിതരണക്കാർക്ക് കുടിശ്ശികയടക്കം വലിയ തോതിൽ നൽകാനുണ്ട്. പ്രവർത്തന മൂലധനത്തിന്റെ അഭാവം ഉൽപ്പാദനത്തെ സാരമായി ബാധിച്ചതായിട്ടാണ് വിലയിരുത്തൽ. കമ്പനിക്ക് അസംസ്കൃത വസ്തു വിതരണക്കാർക്ക് ഏകദേശം 22 കോടി രൂപ നൽകാനുണ്ട്. ഗ്രാറ്റുവിറ്റിയും പ്രൊവിഡന്റ് ഫണ്ടും ഉൾപ്പെടെ മുൻ ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കായുള്ള പണവും ആവശ്യമുണ്ട്. ഇതിനെല്ലാം പണം കണ്ടെത്താനാണ് സ്ഥാപനത്തിന്റെ സ്ഥലം വിൽക്കുന്നത്. സർക്കാരിന്റെ ഇച്ഛാശക്തിയില്ലായ്മയുടെയും കെടുകാര്യസ്ഥതയുടെയും ഇരയായി മാറുകയാണ് ട്രാവൻകൂർ സിമന്റ്സ് ലിമിറ്റഡ്. ഇന്ത്യയിലെ പെയിന്റിംഗ് മേഖലയുടെ കുത്തകകളോട് മത്സരിക്കുന്ന വേമ്പനാട് വൈറ്റ് സിമന്റ്സിന്റെ നിർമ്മാതാക്കളാണ് കടം കയറി അടച്ചുപൂട്ടലിലെത്തിയത്. രാജ്യത്തെ മികച്ച വൈറ്റ് സിമന്റ് ഏതെന്ന ചോദ്യത്തിന് കിട്ടുന്ന ഉത്തരം വേമ്പനാടും ബിർളയും എന്നാണ്. കുത്തക പെയിന്റ് കമ്പനികളെ അടക്കം തറപറ്റിച്ച് മികച്ച നിലയിൽ മുന്നേറുന്ന വേമ്പനാട് സിമന്റ്സിന്റെ നിർമ്മാതാക്കൾ കടുത്ത പ്രതിസന്ധിയിലാണ്. നേരത്തെ ട്രാവൻകൂർ സിമന്റ്സ് ലിമിറ്റഡ് ജപ്തി ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടിരുന്നു. റവന്യൂ റിക്കവറി ഡെപ്യൂട്ടി കളക്ടർ ജപ്തി നോട്ടീസ് ട്രാവൻകൂർ സിമന്റ്സ് അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. പാട്ട കുടിശ്ശിക, നികുതി കുടിശ്ശിക, വിരമിച്ച ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യം എന്നിവയടക്കം 33 കോടിയോളം രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ സ്ഥാപനത്തിനുള്ളത്. 2010 മുതൽ പാട്ട കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. 56 ഏക്കറാണ് ട്രാവൻകൂർ സിമന്റ്സിനായി കോട്ടയം ജില്ലയിലെ നാട്ടകം വില്ലേജിൽ പാട്ടത്തിന് നൽകിയിരിക്കുന്നത്. 16 കോടി രൂപ കുടിശ്ശിക ഇനത്തിൽ മാത്രം കൊടുക്കാനുണ്ട്. മൂല്യവർദ്ധിത നികുതി ഇനത്തിൽ യഥാർത്ഥ തുകയിൽ നിന്ന് കുറച്ചാണ് ട്രാവൻകൂർ സിമന്റ്സ് സർക്കാരിലേക്ക് അടച്ചത്. ഈ ഇനത്തിൽ 3 കോടി രൂപ കൂടി അടയ്ക്കാനുണ്ട്. വിരമിച്ച ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾക്കായി 6 കോടിയോളം കണ്ടെത്തണം. ഇതിനു പുറമെയുള്ള ബാധ്യതകൾ വേറെ. എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാൻ ചില കൺകെട്ട് വിദ്യകൾ വ്യവസായ മന്ത്രി നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. 2010 മുതലുള്ള ബാധ്യതയാണ് പ്രതിസന്ധി സൃഷ്ടിച്ചതെന്ന് ട്രാവൻകൂർ സിമന്റ്സ് ചെയർമാൻ പറയുന്നു. മാറ്റമില്ലാത്ത പരിശുദ്ധിയും അദ്വിതീയമായ ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കളിൽ നിന്നാണ് വേമ്പനാട് വൈറ്റ് പോർട്ട്ലാൻഡ് സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. കക്കയാണ് പ്രകൃതിയിൽ കാൽഷ്യം കാർബണേറ്റിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം. വെള്ള ക്ലേ, വെള്ള സിലിക്ക മണൽ, ജിപ്സം പരലുകൾ എന്നിവയാണ് മറ്റ് അസംസ്കൃത വസ്തുക്കൾ. ഡെൻമാർക്കിലെ FL സ്മിത്ത് ആൻഡ് കമ്പനിയുടെ സാങ്കേതികവിദ്യ IS 8042-E1976 നിർദ്ദേശങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. വേമ്പനാട് വൈറ്റ് സിമന്റ്സിന്റെ ശ്രദ്ധേയമായ യോഗ്യതകളും ഇവയാണ്. ഇതൊക്കെ കൊണ്ടാണ് പെയിന്റിംഗ് വിപണിയിൽ വേമ്പനാടിന് നമ്പർ 1 ആകാൻ കഴിഞ്ഞത്. എന്നാൽ കമ്പനിയുടെ നടത്തിപ്പിലെ പാകപ്പിഴകളാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ ആഴം കൂട്ടിയിരിക്കുന്നത്. പറഞ്ഞതൊന്നും പ്രവൃത്തി മറ്റൊന്നും എന്ന രീതിയിലാണ് ട്രാവൻകൂർ സിമന്റ്സിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 1946 രൂപീകൃതമായ ട്രാവൻകൂർ സിമന്റ്സ് ലിമിറ്റഡ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ്. MC റോഡിൽ നാട്ടകത്താണ് സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട് വൈറ്റ് സിമന്റ്സിന്റെ പേരിലാണ് ട്രാവൻകൂർ സിമന്റ്സ് അറിയപ്പെടുന്നത്. ഇതുകൂടാതെ വോൾപുട്ടിയും ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട്. 200 ജീവനക്കാരുണ്ട്. ഇവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളുമാണ് പ്രധാനമായും പ്രതിസന്ധിയിലായിരിക്കുന്നത്. മാറിയ കാലത്തിനനുസരിച്ച് ആധുനീകരണം നടപ്പാക്കാത്തതും മറ്റ് സ്വകാര്യ കമ്പനികൾക്കൊപ്പം മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയതുമാണ് ലാഭത്തിലായിരുന്ന സിമന്റ്സിനെ നഷ്ടത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളിവിട്ടത്. ഇപ്പോഴും പ്രവർത്തിക്കുന്നത് 1947 മെഷീനറി ഉപയോഗിച്ചാണ്. സ്വകാര്യ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റ് സിമന്റ്സിനേക്കാൾ വിലയും കൂടുതലാണ്. ഒരു മാസം 1800 ടൺ ക്ലിങ്കർ വിനിയോഗിച്ചാൽ 1900 ടൺ വൈറ്റ് സിമന്റ് ഉൽപ്പാദിപ്പിക്കാമെന്നാണ് കണക്കാക്കുന്നത്. ഒരു മാസം 1800 ടൺ വൈറ്റ് സിമന്റും 500 ടൺ വാൾപുട്ടിയും ഉൽപ്പാദിപ്പിച്ചാൽ കമ്പനി ബ്രേക്ക് ഈവൻ ആകുമെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ പറയുന്നു.